സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മലങ്കര സഭാ തർക്കത്തിൽ ഉണ്ടായിരിക്കുന്ന പുതിയ വഴിത്തിരിവിനെക്കുറിച്ച് ഞാൻ റിലീസ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് മറുപടിയായി പാത്രിയർക്കീസ് വിഭാഗത്തിലെ മെത്രാപ്പൊലീത്ത അഭിവന്യ മാർ തെയോഫിലോസ് തിരുമേനി നൽകിയിരിക്കുന്ന മറുപടിയിലെ ചില തെറ്റിദ്ധാരണകൾ ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. പാത്രിയർക്കീസ് വിഭാഗം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള അവസാനത്തെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിയമ പരിഷ്കരണ കമ്മീഷൻ ഒരു കരട് ബില്ല് നിർമ്മിച്ച് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. സഭാതർക്കം സംബന്ധിച്ച് പാത്രിയർക്കീസ് വിഭാഗം തന്നെ കൊടുത്ത കേസ്, അവരുടെ എല്ലാ അപ്പീലുകളും, റിവ്യൂ പെറ്റീഷനും ക്ലാരിഫിക്കേഷൻ പെറ്റീഷനും എല്ലാം തള്ളിക്കഴിഞ്ഞപ്പോൾ ഒടുവിൽ ഈ വിധി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് വിധിയെ മറികടക്കുവാൻ നിയമനിർമ്മാണം നടത്താൻ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കണം. ഇതിലെ ധാർമ്മികത എന്താണ്? കേരളത്തിലെ ഒരു മതസമൂഹത്തിന് എന്തുമാകാം എന്നാണോ? കോടതി വിധിയെ മറികടക്കാൻ ലക്ഷ്യമിടുന്ന ഈ കരട് ബില്ല് ക്രോഡീകരിച്ച കമ്മിറ്റി അംഗങ്ങളും അതിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KT തോമസും കറ പുരളാത്തവരാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അഭിവന്യ തിരുമേനി, അവരാരും കറപുരണ്ടവരാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അവർ ഉണ്ടാക്കിയ കരട് ബില്ല് പാത്രിയർക്കീസ് വിഭാഗക്കാരായ നിങ്ങൾ വളരെ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പാടെ അംഗീകരിച്ചുകൊണ്ടുള്ളതും അതിനാൽ അത് ഏകപക്ഷീയവുമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല കരട് ബില്ലുണ്ടാക്കിയത് എന്ന് തിരുമേനി പറയുന്നു. പക്ഷേ ഇതേ ആശയം നിങ്ങളുടെ ചില മീറ്റിങ്ങുകളിൽ അദ്ദേഹം തന്നെ പ്രസംഗിക്കുന്നതായി കേട്ടിട്ടുണ്ട്. കരട് ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് നെഞ്ചത്ത് കൈകൊച്ചുകൊണ്ട് പറയുവാനാകുമോ തിരുമേനി? നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം എടുത്ത് നിയമനിർമ്മാണത്തിന് ശുപാർശ ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ നീതിബോധം അനുവദിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വീണ്ടും അഭിവന്യ തിരുമേനി പറയുന്നു അവർ ഉന്നതരാണ് എന്ന്. അവർ താഴ്ന്നവരാണെന്നൊന്നും എനിക്കും അഭിപ്രായമില്ല. പക്ഷേ അഭിവന്യ തിരുമേനി അവരെപ്പോലെ തന്നെ ഉന്നതരായിരുന്നു 1958-ലെയും 95-ലെയും 2017-ലെയും 2019-ലെയും 2020-ലെയും ഒക്കെ വിധി പുറപ്പെടുവിച്ചതായ ന്യായാധിപന്മാർ. നിങ്ങൾക്ക് അനുകൂലം പറയുന്നവർ മാത്രം ഉന്നതർ, അവർ പറയുന്നത് മാത്രം സത്യം എന്ന നിങ്ങളുടെ നിലപാട് മാറാതെ എന്ത് റഫറണ്ടം നടത്തിയാലും ഈ പ്രശ്നം തീരുകയില്ല പിതാവേ. റഫറണ്ടം എന്ന വാക്കാണ് തിരുമേനിക്ക് ഏറ്റവും മധുരിക്കുന്നത്. റഫറണ്ടം നല്ല വാക്കാണ്, ഭൂരിപക്ഷത്തിന് പ്രാധാന്യവുമുണ്ട്. 2002-ൽ ഒരു റഫറണ്ടം നടത്താൻ നിങ്ങൾക്ക് സുവർണാവസരം ലഭിച്ചായിരുന്നല്ലോ. ആദ്യമെല്ലാം അതിൻ്റെ പ്രക്രിയയോട് സഹകരിച്ച നിങ്ങൾ അവസാന നിമിഷത്തിൽ കാലുമാറിയതാണ് ഈ പ്രശ്നം തീരാതിരുന്നതിൻ്റെ കാരണമെന്ന് 2017-ൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ. ഈ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. എല്ലാ കാര്യങ്ങൾക്കും റഫറണ്ടം പ്രശ്നപരിഹാരമാകുമോ? അങ്ങനെയെങ്കിൽ കേരള അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ വോട്ടിട്ട് തീരുമാനിച്ചാൽ കേരളം തമിഴ്നാടിൻ്റെ ഭാഗമായി തീർക്കാനാകുമോ? കേരളത്തെ രണ്ടായി വിഭജിക്കാനാകുമോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് വോട്ടിട്ട് ഭൂരിപക്ഷപ്രകാരം സംസ്ഥാന ഭരണമോ കേന്ദ്രഭരണമോ ഈ പഞ്ചായത്തിൽ വേണ്ട എന്ന് നിശ്ചയിക്കാനാകുമോ? നിയമം, അവകാശം മുതലായ ചില കാര്യങ്ങളുണ്ടല്ലോ. അതിനനുസരിച്ചുകൂടി വേണ്ടേ കാര്യങ്ങൾ തീരുമാനിക്കാൻ? ഏത് കാര്യവും ഭൂരിപക്ഷാഭിപ്രായം പ്രകാരം തീരുമാനിക്കാനാകുമെങ്കിൽ കോടതികളുടെ പ്രസക്തി എന്താണ്? ഇവിടെ പള്ളി സ്വത്തുക്കൾ ഭരിക്കേണ്ട സമിതിയെ വോട്ടിട്ട് തിരഞ്ഞെടുക്കാം, തീരുമാനിക്കാം. അത് 1934-ലെ ഭരണഘടന അനുസരിച്ചായിരിക്കണമെന്ന് മാത്രം. ഭരണഘടന ഒരു ഭരണക്രമം മാത്രമാണ് എന്ന് കോടതി ഉത്തരവിൽ നിന്നും തിരുമേനി തന്നെ വായിച്ചല്ലോ. അത് ശരിയാണ്, ഞങ്ങളും പറയുന്നത് അതുതന്നെയാണ്. ഒരു പള്ളി ഈ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വത്തിൻ്റെ അവകാശമോ ആധാരത്തിലെ പേരോ ഒന്നും മാറുന്നില്ല. ഗുണഭോക്താക്കൾ ഇടവക അംഗങ്ങൾ തന്നെയാണ്.
ഒരു ജില്ലാ ഭരണത്തിൽ കളക്ടർക്ക് ചില അധികാരങ്ങളുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയോടൊപ്പം കളക്ടർ ഭരണം നടത്തുന്നു. കളക്ടറെ ആരും വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറിയോ പോലീസ് മേധാവിയോ ആരും തിരഞ്ഞെടുക്കപ്പെടുന്നില്ല. ഭരിക്കുന്ന ഗവൺമെൻറ് നിയമിക്കുന്നു. അതുപോലെ തന്നെ വികാരിയെ ഭരണം നടത്തുന്ന മെത്രാപ്പൊലീത്ത നിയമിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയോടൊപ്പം നിന്ന് വികാരി ഭരണത്തിന് നേതൃത്വം നൽകുന്നു. അദ്ദേഹം കോ ട്രസ്റ്റിയാണ്. പക്ഷേ ഒരു ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിക്ക് സ്വത്തെടുത്തുകൊണ്ട് പോകാനാകുമോ? സ്വയമായി അത് വിൽക്കുവാനോ വേറെ കുറേ വാങ്ങാനോ അധികാരമുണ്ടോ? അതിനൊന്നും അദ്ദേഹത്തിന് സാധിക്കുകയില്ല. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഭരണം നടത്താം എന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസും സംഘവും നിയമം അറിയാത്തവരാണോ എന്നാണ് അഭിമന്യ തിരുമേനി ചോദിക്കുന്നത്. തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, സുപ്രീം കോടതി ജഡ്ജിമാർ നിയമം അറിയാത്തവരാണോ? ഒന്നും നോക്കാതെയാണോ അവർ 1958-ലും 95-ലും 2017-ലും 2019-ലും ഒക്കെ വിധികൾ എഴുതിയത്? 2017 വിധിന്യായത്തിലെ 106-ാം പാരഗ്രാഫ് ഉദ്ധരിച്ചുകൊണ്ട് വികാരിയുടെ നിയമം സെക്യുലറാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു എന്ന് അഭിമന്യ തിരുമേനി ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശരിയാണ്. ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദ വികാർ ഈസ് നോട്ട് എ സ്പിരിച്വൽ മാറ്റർ ബട്ട് ഇറ്റ് ഈസ് എ സെക്യുലർ മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇനി ഒരു തർക്കപരിഹാരത്തിനായിട്ട് അഭിമന്യ തിരുമേനി പറയുന്ന വാദം അംഗീകരിച്ചാൽ പോലും 125-ാം പാരഗ്രാഫിൽ മലങ്കര സഭയിൽ വികാരിമാരെ നിയമിക്കാനുള്ള അധികാരം ഭദ്രാസന മെത്രാപ്പൊലീത്തായ്ക്കാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവിടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി മെത്രാപ്പൊലീത്ത നിയമിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വിധിന്യായത്തിലെ ഉത്തരവ് അതിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന 28 പോയിൻ്റ് ആണ്. അവയിൽ ഒന്നിൽ പോലും വിധിക്കെതിരെ നിയമനിർമ്മാണം നടത്താമെന്ന് പറഞ്ഞിട്ടില്ല. ഉപസംഹാരത്തിൽ, അതായത് അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ടിൽ പറയാത്ത കാര്യങ്ങൾ അവയുടെ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്ത് അവരവർ ആഗ്രഹിക്കുന്ന സംഗതികൾ തെളിയിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. 106-ാം പാരഗ്രാഫിൽ അവസാന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ദ സെയിം റേഷ്യോ അപ്ലൈസ് ടു ദ ഫാക്ട്സ് ഇൻ ദിസ് കേസ് എന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്നത് KS വർഗീസ് കേസിനെക്കുറിച്ചാണ് എന്ന് തിരുമേനി പറയുന്നു. എന്നാൽ അത് വാസ്തവത്തിൽ മറ്റൊരു കേസിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന ആർക്കും ആ ഉദ്ധരണി കണ്ടാൽ മനസ്സിലാകും. അത് 2017-ലെ വിധിയുടെ ഭാഗമല്ല, മറ്റൊരു വിധിയിൽ നിന്നുള്ള ഉദ്ധരണിയാണെന്ന് മറച്ചു വെച്ചിട്ടാണ് തിരുമേനി പറയുന്നത്. ദിസ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് KS വർഗീസ് കേസല്ല, അതിനെക്കുറിച്ചല്ല. അതുപോലെ തന്നെ 109-ാം പാരഗ്രാഫിൽ നിന്നും തിരുമേനി വായിക്കുന്നതും മറ്റൊരു വിധിയിലെ ഉദ്ധരണി മാത്രമാണ്. അഭിമന്യ തിരുമേനി എന്തിനിങ്ങനെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കണം? കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത് ഞാനല്ല, അങ്ങാണ്. യഥാർത്ഥ കൈവെപ്പ് അന്ത്യോക്യ പാത്രിയർക്കീസിൽ നിന്നും മാത്രമേ ലഭിക്കൂ എന്ന പാത്രിയർക്കീസ് വിഭാഗത്തിൻ്റെ പിടിവാശിയും അഹങ്കാരവുമാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ കോപ്റ്റിക് സഭയുടെ മർക്കോസിൻ്റെ പാരമ്പര്യവും ഗ്രീക്ക് സഭയുടെ അന്ത്രയോസിൻ്റെ പാരമ്പര്യവും അപ്പസ്തോലന്മാരോട് ബന്ധപ്പെട്ട മറ്റനേകം സഭകളുടെ കൈവെപ്പും പാരമ്പര്യവും എല്ലാം ഒന്നുമില്ലാത്തതാണ് എന്ന പാത്രിയർക്കീസ് വിഭാഗത്തിൻ്റെ അഹങ്കാരത്തിന് ഏറ്റ പ്രഹരമാണ് 2017-ലെ വിധി. തോമാസ് ലീഹായുടെ പാരമ്പര്യം പത്രോസിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. 125-ാം പാരഗ്രാഫിൽ വീണ്ടും പറയുന്നു, കാതോലിക്കായും പാത്രിയർക്കീസും തമ്മിൽ അധികാരത്തിൽ തുല്യരാണ്. അവർ തമ്മിൽ സമന്മാരിൽ മുമ്പൻ എന്നുള്ള മൂപ്പൻ സ്ഥാനം മാത്രമേ പാത്രിയർക്കീസിന് ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹം സന്നിഹിതനാണെങ്കിൽ പൗരോഹിത്യ ശ്രേണിയിൽ ഉയർന്നവൻ എന്ന സ്ഥാനമുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, സുപ്രീം കോടതി ജഡ്ജിമാർ പറയുന്നതാണ്. മലങ്കര സഭ അംഗീകരിക്കുന്ന ഒരു പാത്രിയർക്കീസിന് ഈ മുമ്പൻ സ്ഥാനം നൽകാൻ മലങ്കര ഓർത്തഡോക്സ് സഭ എന്നും സന്നദ്ധമാണ്. പക്ഷേ ഈ മുമ്പൻ സ്ഥാനം
മലങ്കരയുടെ വൈദിക സ്ഥാനികളെ നിയമിക്കാനും മുടക്കാനും മറ്റുമുള്ള അധികാരമല്ല എന്നോർക്കണം. പാത്രിയർക്കീസ് വിഭാഗം മുമ്പൻ സ്ഥാനമെന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് മലങ്കര സഭ മേൽ പാത്രിയർക്കീസിന് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ സർവാധികാരവും ലഭിക്കണമെന്നാണ്. അത്തരത്തിലുള്ള ഒരു അധികാരം പാത്രിയർക്കീസിന് ആവശ്യമില്ല എന്നും 34 ഭരണഘടന അനുസരിച്ചുള്ള അധികാരങ്ങൾ മാത്രം മതിയെന്നും പാത്രിയർക്കീസ് വിഭാഗം വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ 34 ഭരണഘടനയ്ക്ക് വിധേയമായി പാത്രിയർക്കീസിനെ സ്വീകരിക്കാൻ മലങ്കര സഭയും സന്നദ്ധമാകും. ഇടവക പള്ളികളുടെ അധികാരം സംബന്ധിച്ച് 95 വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വികലമായിട്ടാണ് അഭിമന്യ തിരുമേനി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പള്ളികളുടെ സ്വത്തുക്കളെ സംബന്ധിച്ച് ഇടവക പൊതുയോഗത്തിന് അധികാരമുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. പൊതുയോഗം നിശ്ചയിക്കുന്നതിനനുസരിച്ച് സ്വത്ത് ആർജിക്കുകയോ വിൽക്കുകയോ ചെയ്യാം. പൊതുയോഗമാണ് മാനേജിംഗ് കമ്മിറ്റി, ട്രസ്റ്റി എന്നിവരെ തിരഞ്ഞെടുക്കുന്നത്. ഒരു ട്രസ്റ്റാകുന്ന സഭയുടെ ഭാഗമായി ഇടവക പള്ളികൾ അതിൻ്റെ ഗുണഭോക്താക്കളായ ഇടവകാംഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. എന്നാൽ വ്യവസ്ഥാപിതമായ നിലയിൽ ഭദ്രാസന മെത്രാപ്പോലീത്ത നിയമിക്കുന്ന വികാരി പള്ളിയിൽ വരുമ്പോൾ അദ്ദേഹത്തെ തല്ലി ഓടിക്കാൻ ശ്രമിക്കുകയും നിയമപരമായി പൊതുയോഗം കൂടാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് പാത്രിയർക്കീസ് വിഭാഗം ഇപ്പോൾ കാണിക്കുന്നത്. 95 വിധി കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് 2017 വിധി നൽകിയിരിക്കുന്നത്. അവ തമ്മിൽ പരസ്പര വിരുദ്ധമായി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 95 ഇടവക പള്ളികളെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാന വാചകം അഭിമന്യ തിരുമേനി വിട്ടുകളഞ്ഞു. 34 ഭരണഘടന അനുസരിച്ച് തന്നെ ഇടവക പള്ളികളും ഭരിക്കപ്പെടണം. ഇക്കാര്യം അംഗീകരിച്ചാൽ പൊതുയോഗത്തിൻ്റെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടും. മലങ്കര മെത്രാപ്പോലീത്തായും ഭദ്രാസന മെത്രാപ്പോലീത്തായും ചേർന്ന് പള്ളികളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു എന്ന കുപ്രചരണം പൊതുജനത്തെ ഇളക്കിവിടുവാൻ പാത്രിയർക്കീസ് വിഭാഗം പ്രയോഗിക്കുന്ന ഒരു കുടിലതന്ത്രം മാത്രമാണ്. 2002 മളിമഠിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകരിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം തീരാഞ്ഞത് എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞുവെങ്കിലും അതെൻ്റെ അഭിപ്രായമല്ല. എല്ലാ പ്രശ്നങ്ങളും ആഴത്തിൽ പഠിച്ച സുപ്രീം കോടതി ജഡ്ജിമാർ പാത്രിയർക്കീസ് വിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ വിധിന്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. ഞാൻ 141 പാരഗ്രാഫിൻ്റെ ഒരു ഭാഗമൊന്ന് വായിക്കാം. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, when execution of 1995 judgment was pending, in spite of appointment of Justice Malimat, with consent of parties to hold the elections, the Patriarch faction took up different stance in the gross violation of dictum, and there was breach of constitution on its part. It was bent upon to circumvent 1995 judgment and created illegally a parallel system of administration, and also formed the Constitution 2002, which was totally uncalled for and an impermissible action. After formation of the Constitution of 2002, they held separate meetings of patriarch groups and entire system was usurped. This resulted in various law and order problems as projected in the case, and parish churches remained closed for quite some time. Once there is a Malankara church, it has to remain as such. No group or denomination can take away the church and form another group of for its management, as that would virtually tantamount to usurping its properties and the church itself. When the church has been created and is for the benefit of the beneficiaries, in our opinion, it is not open for beneficiaries, even by majority, to usurp its property or management. ഇനി പറയൂ, ഇത് ശരിയാണോ എന്ന്. 2002 ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കി ഒരു പുതിയ ഭരണക്രമം സ്ഥാപിച്ചതാണ് പ്രശ്നം തുടരുവാനുള്ള കാരണം. അതുമൂലം ഇടവകപ്പള്ളികൾ പൂട്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. ജഡ്ജിമാർ പറയുകയാണ്, മലങ്കര സഭ എന്നൊന്നുണ്ടെങ്കിൽ അത് അപ്രകാരം നിലകൊള്ളണം.
ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും അത് കൈവശപ്പെടുത്താനോ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കി ഭരണം നടത്തുവാനോ ആർക്കും അവകാശമില്ല. കോടതി വിധികൾ വന്നിട്ട് പ്രശ്നം തീരുന്നില്ല എന്ന് ആവർത്തിക്കുന്ന തിരുമേനി അങ്ങ് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കൂ, ആരെയും അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തതല്ലേ പ്രശ്നം തീരാത്തതിൻ്റെ കാരണം? മന്ത്രിസഭാ ഉപസമിതികളും കളക്ടർമാരും പോലീസ് അധികാരികളും എല്ലാം ഇടപെട്ട് എത്രയോ ചർച്ചകൾ നടന്നിരിക്കുന്നു. ആര് ചർച്ച ചെയ്താലും അക്രമം അഴിച്ചുവിടാനുള്ള നിങ്ങളുടെ പ്രവണതയിൽ നിന്ന് പിന്മാറാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുകയില്ല. ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞങ്ങൾ തെരുവിലിറങ്ങി ബഹളം വയ്ക്കും, അക്രമം കാണിക്കും എന്ന നിങ്ങളുടെ നിലപാടാണ് സകല പ്രശ്നങ്ങളുടെയും കാരണം. നിങ്ങൾ തന്നെ കേസ് ആരംഭിക്കുകയും വിധി വരുമ്പോൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് പ്രശ്നത്തിൻ്റെ മൂലകാരണം. സംസ്ഥാനത്തിൻ്റെ ഖജനാവിലെ പണം ക്രമസമാധാന പാലനത്തിനു വേണ്ടി ചിലവാക്കുന്നതിനെക്കുറിച്ച് മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ തെരുവ് യുദ്ധം അവസാനിപ്പിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമല്ലോ. കോടതി വിധി നടപ്പാക്കാൻ വരുമ്പോൾ പള്ളിക്ക് മുമ്പിൽ കുത്തിയിരുന്നിട്ട് ടേക്ക് മീ ബൈ ഫോഴ്സ് എന്ന് പോലീസ് അധികാരികളോട് പറയുന്ന മെത്രാപ്പൊലീത്തന്മാർ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നിടത്തോളം എങ്ങനെ സമാധാനമുണ്ടാകും? പോലീസ് പ്രൊട്ടക്ഷനിൽ കുർബാന ചൊല്ലേണ്ടി വരുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? വിശുദ്ധ കുർബാനയോട് പോലും യാതൊരു ബഹുമാനവുമില്ലാതെ കുർബാന സമയത്ത് അസഭ്യവർഷം നടത്തി കലഹമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ടല്ലേ? സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കാനും നീതിയും നിയമവും ലംഘിച്ച് രാജ്യത്ത് അരാജകത്വം നിലനിർത്താനും ശ്രമിക്കുന്ന ഒരു സംഘം ആളുകളുള്ളപ്പോൾ കലാപമുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ നടക്കുന്ന പോലീസ് പ്രൊട്ടക്ഷൻ കേസിൽ അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ കേട്ടാൽ മതിയല്ലോ പ്രശ്നങ്ങളുടെ ഉറവിടം മനസ്സിലാകുവാൻ. ആ പരാമർശങ്ങൾ കേട്ടാൽ ഒരുമാതിരി നീതിബോധമുള്ള ആരും ലജ്ജിച്ചു പോകും. എന്നാൽ എന്ത് കേട്ടാലും മനസ്സിലാകാത്ത വിധം പാത്രിയർക്കീസ് വിഭാഗത്തിൻ്റെ ഹൃദയം ഫറവോൻ്റേതുപോലെ കഠിനമായിരിക്കുന്നു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ബില്ല് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു. 2017 വിധിയെ തുടർന്ന് 2019 ജൂലൈ 2 കട്ടച്ചിറപ്പള്ളിയെ സംബന്ധിച്ചുണ്ടായ സുപ്രീം കോടതി വിധിയുടെ പ്രധാന ഭാഗവും ഞാനിവിടെ ഒന്ന് വായിക്കാം. Even the state government cannot act contrary to the judgment and the observations made by this court and has the duty to ensure that the judgment of this court is implemented forthwith. The state and all parties shall abide by the judgment passed by this court in totality and cannot solve the matter in any manner different than the judgment passed by this court. No parallel system can be created. ഈ പരാമർശത്തിന് ഘടകവിരുദ്ധമായി നിയമം നിർമ്മിക്കുവാൻ എങ്ങനെ സാധിക്കും? ഇനി നിർമ്മിച്ചാൽ തന്നെ അതിന് പിന്നിലെ ധാർമ്മികത എന്തായിരിക്കും? സംസ്ഥാന സർക്കാരിന് ഈ വിധിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കാനാവില്ല എന്ന് മാത്രമല്ല, ഈ കോടതിയുടെ ഉത്തരവ് ഉടൻ നടപ്പാക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുവാനല്ലാതെ ഈ പ്രശ്നം മറ്റൊരു വിധത്തിലും പരിഹരിക്കുവാൻ സംസ്ഥാനത്തിന് സാധിക്കയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാന്തരമായ മറ്റൊരു ക്രമീകരണവും ചെയ്യുവാൻ പാടില്ലാത്തതാകുന്നു. ഇത്രയും വ്യക്തമാണ് കോടതിയുടെ ഇടപെടൽ. കോടതി വിധിയെ മറികടക്കാൻ നിയമനിർമ്മാണം സാധ്യമാകും എന്ന് പൊതുവായി സമ്മതിച്ചാൽ പോലും ഇത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നേരെ എതിരായി പ്രവർത്തിക്കാനാവുമോ? എങ്കിൽ പിന്നെ ഈ രാജ്യത്ത് കോടതികളുടെ ആവശ്യം എന്താണ്? 95 വിധിയിൽ പാത്രിയർക്കീസ് വിഭാഗത്തിന് അനുകൂലമായി എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു എന്ന് അഭിവന്യ തിരുമേനി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതെന്താണെന്ന് പറയുന്നില്ല. സമയം ദീർഘിച്ചു പോകുന്നതുകൊണ്ട് 95 വിധി വിശകലനം ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ തന്നെ റിലീസ് ചെയ്യേണ്ടി വരും. കോടതി വിധികൾ എന്തായാലും അവയെല്ലാം വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് അനുകൂലമാണെന്ന് വരുത്തിത്തീർത്ത് ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള തിരുമേനിയുടെ ശ്രമത്തെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? അഭിവന്യ തിരുമേനി സ്വന്തം മനസാക്ഷിയോട് ചോദിക്കൂ, പറയുന്നതെല്ലാം ആത്മാർത്ഥമാണോ? നിയമപരിഷ്കരണ കമ്മീഷൻ്റെ ഈ കരട് ബില്ല് നിയമനിഷേധമാണ്,
ധാർമ്മികമായി തെറ്റാണ്. അത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് 4 ഇരട്ടി കേസുകളും കൂടുതൽ കലാപങ്ങളും മാത്രമായി.